Hello dear friends, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. സയൻറ്റിഫിക് ഉസർ ഫിസിക്സിലെ MCQ ഡിസ്കഷനാണ്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ സെൻട്രൽ ഫോഴ്സ് മോഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു 15 MCQs വിവിധ എക്സാംസിന് ചോദിച്ചിട്ടുള്ള 15 MCQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ ബ്രീഫായിട്ട് അത്യാവശ്യം വേണ്ട തിയറികൾ പറയാം, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും. സെൻട്രൽ ഫോഴ്സ് എന്താണെന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഡിസ്റ്റൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഫോഴ്സ്. ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസിനെ മാത്രമായിരിക്കണം. എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ പ്ലസ് ഓർ മൈനസ് എഫ് ഓഫ് ആർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇതിപ്പോൾ സണ്ണിൻ്റെ എർത്തിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വന്നിരിക്കും. എർത്ത് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ആറിനെ മാത്രമാണ്. നമുക്കറിയാം, നമ്മൾ ഇങ്ങനെയാണ് ഫോഴ്സ് എഴുതുക. ഫിസിക്കൽ ടു ജി കോൺസ്റ്റൻ്റ് ആണ്. സണ്ണിൻ്റെ മാസ്, എർത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. എർത്ത് ഈ പോയിന്റിൽ വന്നാലും ഈ പൊസിഷനിലേക്ക് വന്നു വന്നിരിക്കും. ഡിസ്റ്റൻസ് മാറാത്തിടത്തോളം കാലം എന്ത് ചെയ്യില്ല, എർത്തില്ല ഫോഴ്സിൽ ചേഞ്ച് വരില്ല. ഫോഴ്സ് ഒരിക്കലും ഈ ആംഗിളിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ θ1 ആണ് ആംഗിൾ, ഇവിടെ θ2 ആണ്. അപ്പോൾ പല ഓറിയൻറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡിസ്റ്റൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ സാധാരണ ഇത് 2 ഡൈമെൻഷണൽ മോഷനാണ്. സെൻട്രൽ ഫോഴ്സ് മോഷൻ എല്ലാം 2 ഡൈമെൻഷണൽ മോഷനാണ്. അതുകൊണ്ട് നമ്മൾ പ്ലെയിൻ പോളർ കോർഡിനേറ്റ്സ് കൂടുതൽ യൂസ് ചെയ്യുക. പ്ലെയിൻ പോളർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ r θ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ എഫ് എന്നുള്ളത് ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഒബ്ജക്റ്റുകളുടെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എഫ് പ്ലസ് ഓർ മൈനസ് എഫ് ഓഫ് ആർ ആണെങ്കിൽ, പ്ലസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് റിപ്പൾഷൻ ആയിക്കോട്ടെ, മൈനസ് എന്നുള്ളത് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ പ്ലസ് ആയാലും മൈനസ് ആയാലും പ്രശ്നമില്ല, എഫ് ആറിൻ്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമുക്കറിയാം, ഇത് നമ്മളൊരു കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ കെ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്, അത് അട്രാക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് മൈനസ് സൈൻ കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്ഷനോ റിപ്പൾഷനോ വരാം, പ്ലസ് ഓർ മൈനസ് വരാം അവിടെ. ഓക്കെ, കെ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ് ഇതേ സ്റ്റൈൽ തന്നെയാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ അതേ സ്റ്റൈൽ തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. പിന്നെ ഇലാസ്റ്റിക് ഫോഴ്സ് ആണ്, നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ് നമ്മൾ എഴുതുക. ഇവിടെ നമ്മൾ മൈനസ് കെ ആർ ഇൻറ്റു ആർ ക്യാപ് എന്ന് എഴുതിയതാണ്. ഓക്കെ, ഇതാണ് സെൻട്രൽ ഫോഴ്സുകളുടെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇലാസ്റ്റിക് ഫോഴ്സ് എന്ന് സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. യെസ്, നോക്കൂ, ഞാൻ ആദ്യത്തെ MCQസിലേക്ക് പോകാം. ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ സെൻട്രൽ ഫോഴ്സ് ഡാഷ് ഇസ് കൺസർവ്ഡ്. സെൻട്രൽ ഫോഴ്സ് മോഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ കൺസർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റികൾ ഞാൻ എടുത്തു പറയാം. നമ്മൾ കെപ്ലേഴ്സ് ലോ ഒക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഒന്ന്, ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, കൺസർവ്ഡ് ആണ്. രണ്ടാമതായിട്ട് നമുക്കറിയാം ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ബോഡിയുടെ മോഷനിൽ ഒരു പെർട്ടിക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ, പാത്ത് മാറുമ്പോഴല്ല, ഒരു പെർട്ടിക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്, ഇറ്റ്സ് കൺസർവ്ഡ്. മൂന്നാമതായിട്ട് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ പറയുന്ന പോലെ ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഏരിയൽ വെലോസിറ്റി കൺസർവ്ഡ് ആണ്. ഏരിയൽ വെലോസിറ്റിയുടെ വാല്യൂ L/2m ആണ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. എൽ എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെന്റ് ആണ്. എൽ കൺസർവ് ചെയ്യുന്നതുകൊണ്ട് മാസ് നമുക്ക് ഓൾറെഡി അറിയാം, മാസ് മാറുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ L/2m കോൺസ്റ്റന്റ് ആണ്. നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ L/2m എന്ന് എഴുതിയത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റികളാണ് കൺസിഡർ ചെയ്യുന്നത്. ആംഗുലർ മൊമെന്റ് ഈസ് എ കോൺസ്റ്റന്റ്. ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി അല്ല, പൊട്ടൻഷ്യൽ എനർജി അല്ല, ടോട്ടൽ എനർജി നമുക്കറിയാം. ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മാണ്. ഇതാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പാത്തിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ ആംഗുലർ മൊമെന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ സെൻട്രൽ ഫോഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിക്കാം. സെറ്റ് 2022 ജൂലൈയിലെ ക്വസ്റ്റ്യൻ ആണത്. ഇറ്റ്സ് ആംഗുലർ മൊമെന്റം ഈസ് കൺസർവ്ഡ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതല്ല നമുക്ക് വേണ്ടത്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മോഷൻ ടേക്സ് പ്ലേസ് ഇൻ എ പ്ലെയിൻ.
ഞാൻ പറഞ്ഞു പ്ലാനർ മോഷനാണ്, 2 ഡൈമെൻഷണൽ മോഷനാണ്. ഇറ്റ്സ് ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്. ഇത് മൂന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇതാണ് തെറ്റ്. സോ ദിസ് ഈസ് ദ ആൻസർ അല്ലേ. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് correctly depicts the variation of kinetic energy, potential energy and total energy of the circular planetary motion of a body? നമുക്കറിയാം, നമുക്ക് അറിയുന്നൊരു കാര്യമാണ് പ്ലാനറ്ററി മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കെപ്ലേഴ്സ് ലോ ആണ്. പ്ലാനറ്ററി മോഷനിൽ വരുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ, -G × M എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ മാസാണ്, ഇത് പ്ലാനറ്റിൻ്റെ മാസാണ്, ഡിവൈഡ് ബൈ R. കൈനറ്റിക് എനർജി എഴുതുമ്പോൾ ½ mv² ആണ്. ഓക്കെ, ഈ mv² നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. mv² എന്നുള്ള mv²/r സെൻട്രിപിറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഈക്വൽ ആണല്ലോ. ഒരു പാത്തിൽ കറങ്ങുമ്പോൾ നമുക്കിവിടെ സർക്കുലർ മോഷനായിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർക്കുലർ മോഷൻ ആണെങ്കിൽ ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്കറിയാം, mv²/r എന്താണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഈക്വൽ ആണ്. G × സണ്ണിൻ്റെ മാസ് പ്ലാനറ്റിൻ്റെ മാസ് ഡിവൈഡ് ബൈ ആർ ഈക്വൽ. ഇത് നമുക്ക് കിട്ടുന്നൊരു ഇക്വേഷൻ ഉണ്ട്. R ക്യാൻസൽ ചെയ്താൽ mv² എന്നുള്ളത് Gmm/r ആണ്. അപ്പോൾ ½ mv² എത്രയാണ്, ഹാഫ് ഓഫ് ദാറ്റ്, ½ Gmm/r എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയാണിത്. പക്ഷേ കൈനറ്റിക് എനർജി പോസിറ്റീവാണ്, അത് നമുക്ക് അറിയാം, പോസിറ്റീവാണ്. ഇനി ടോട്ടൽ എനർജി നമ്മൾ എഴുതുമ്പോൾ ഇറ്റ് ഇസ് എ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഒന്ന് -Gmm/r ആണ്, മറ്റേത് +½ അല്ലെങ്കിൽ Gmm/2r ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, ഇത് ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ 2 കൊണ്ട് LC കൊണ്ടുവരാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക ഡിനോമിനേറ്റർ സെയിം ആയി, -2 Gmm + Gmm. അപ്പോൾ -Gmm ഡിവൈഡ് ബൈ 2r എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇതാണ് ടോട്ടൽ എനർജി. അപ്പോൾ ഇവിടെ റേഡിയസ് അനുസരിച്ച് എങ്ങനെ ടോട്ടൽ എനർജി മാറുന്നു, കൈനറ്റിക് എനർജി മാറുന്നു, പൊട്ടൻഷ്യൽ എനർജി മാറുന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ടൊരു കാര്യം നോക്കുക, കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ്. കൈനറ്റിക് എനർജി പോസിറ്റീവ് ആയിരിക്കണം അല്ലേ, പോസിറ്റീവാണ് എപ്പോഴും. പൊട്ടൻഷ്യൽ എനർജിക്ക് നെഗറ്റീവ് വരാം, ടോട്ടൽ എനർജിക്ക് നെഗറ്റീവ് വരാം. ടോട്ടൽ എനർജി അപ്പോൾ ബൗണ്ടായിട്ട് അല്ലേ, ഇതൊരു ബൗണ്ട് സിസ്റ്റം അല്ലേ, സണ്ണിന് ചുറ്റും പ്ലാനറ്റ് നിന്ന് കറങ്ങുന്നു, അത് അകന്നു പോകുന്നില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ബൗണ്ട് സിസ്റ്റമാണ്. ബൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അട്രാക്ഷനിൽ കറങ്ങുമ്പോൾ ടോട്ടൽ എനർജി നെഗറ്റീവാണ്. ഓക്കെ, അതുകൊണ്ടാണ് സ്റ്റേബിളായിട്ട് അങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി പോസിറ്റീവ് വരുന്ന 2 ഗ്രാഫുകളുള്ളൂ, ഒന്ന് ഇതും അല്ലേ. ബാക്കി രണ്ടും നിങ്ങൾക്ക് ഓൾറെഡി കട്ട് ചെയ്യാം. കൈനറ്റിക് എനർജി അവിടെ നെഗറ്റീവാണ്, അതൊരിക്കലും പോസിബിൾ അല്ല. കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇനി ഇതിൽ ഈ 2 ഗ്രാഫുകൾ നോക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് കറക്റ്റാണ്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് അതിലുണ്ട്. ഇതിൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്, ഇതിൽ എനർജി വേരിയബിൾ ആണ്. പെട്ടെന്ന് നമുക്കൊരു സംശയം വരെ, എനർജി കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ ഇതല്ലേ ആൻസർ എന്ന് സംശയം വരാം. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കൂ. വേരിയേഷൻ ഓഫ് ദിസ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് ദ സർക്കുലർ പ്ലാനറ്ററി മോഷൻ ഓഫ് ദ ബോഡി ഓഫ് ദ സർക്കിൾ. നോക്കൂ, റേഡിയസ് R, റേഡിയസ് മാറിയാലുള്ള കേസാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, റേഡിയസ് ആണ് എക്സസിൽ, റേഡിയസ് മാറുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. ഇവിടെ മൈനസ് സൈൻ ഉണ്ട്, അപ്പോൾ ശ്രദ്ധിക്കണം. കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. എനർജി ഓൾസോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. അപ്പോൾ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ, ഈ വാല്യൂ കുറയും. ഈ നെഗറ്റീവ് വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ വാല്യൂ കൂടുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എനർജി കൂടുകയാണ്. റേഡിയസ് കൂടുമ്പോൾ എനർജി കൂടും, മാഗ്നിറ്റ്യൂഡാണ് കുറയുക, എനർജി കൂടുമെന്ന് പറയാം. ഇതാ അപ്പോൾ നോക്കൂ, ഇതാണ് റേഡിയസ് കൂടുമ്പോൾ എനർജി കൂടുകയാണ്. ഇതാണ് കറക്റ്റ് ഗ്രാഫ്, മനസ്സിലായോ? അപ്പോൾ ഞാനിവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് ചോദിച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്. ഏതിനാണ്? ഇഫ് R ഈസ് എ കോൺസ്റ്റന്റ്, ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ്. ഫോർ എ പെർട്ടിക്കുലർ ഓർബിറ്റ് R ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ്. ബട്ട് ഇൻ ദിസ് കേസ് നമ്മൾ എന്താ പറയുന്നത്, എനർജിയുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. പല റേഡിയസിൽ കറങ്ങുമ്പോൾ എനർജി എങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ഇത് തെറ്റായിട്ടുള്ള ആൻസറാണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എനർജി കോൺസ്റ്റൻ്റ് ആണ്.
കെപ്ലേഴ്സ് ലോസ് നമുക്കറിയാം. ഫസ്റ്റ് ലോ പറയുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പ്ലാനറ്റ്സ് കറങ്ങുന്നത്. പ്ലാനറ്റ്സിൻ്റെ സണ്ണിന് ചുറ്റുമുള്ള റെവല്യൂഷനെ പറ്റിയാണ് കെപ്ലേഴ്സ് ലോസിൽ പറയുന്നത്. ഫസ്റ്റ് ലോ പറയുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. സെക്കൻഡ് ലോ പറയുന്നത് ഏരിയൽ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഏരിയ dA/dt നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു L/2 വേർ L ഈസ് ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. തേർഡ് ലോ പറയുന്നത് T², ടൈം പീരീഡ്, പ്ലാനറ്റ് ഒരു പ്രാവശ്യം തിരിയാനെടുക്കുന്ന സമയം സണ്ണിന് ചുറ്റും, ആ ടൈം പീരീഡിൻ്റെ സ്ക്വയർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സ് ഓഫ് ദ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. നമുക്കറിയാം ഓർബിറ്റ് എലിപ്സ് ആവുമ്പോൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ 2 ആക്സാണ് നമ്മൾ പറയുക, മേജർ ആക്സും മൈനർ ആക്സും. അതിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എലിപ്സിൻ്റെ ആ സെമി മേജർ ആക്സ്, അതിൻ്റെ പകുതി, ഇതാണ് എ. പിന്നുള്ളത് മൈനർ ആക്സ് ആണ്. മൈനസിൻ്റെ പകുതി നമ്മൾ ബി എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ എക്ക് ഈ ഡിസ്റ്റൻസിന് ക്യൂബിന് പ്രൊപ്പോർഷനാണ് ടൈം പീരീഡിൻ്റെ സ്ക്വയർ. ഇതാണ് കെപ്ലറിൻ്റെ നിയമങ്ങൾ. നമുക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ കൂടുതൽ അവിടെ പറയുന്നില്ല. ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഒരു പെർട്ടിക്കുലർ പാത്തിൽ പ്ലാനറ്റ് കറങ്ങുമ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്നുള്ളത് MVR ആണ്. നമുക്കറിയുന്ന ഇക്വേഷൻ MVR, അത് കോൺസ്റ്റൻ്റ് ആണ്. ഈ മാസം ഓൾറെഡി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് VR കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അവിടെ V1 R1 = V2 R2 എന്ന് പറയാം. അർത്ഥതാണ് സ്പീഡ് കൂടുമ്പോൾ റേഡിയസ് കുറയും. എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ നമുക്കറിയാം റേഡിയസ് എന്നുള്ളത് വേരി ചെയ്യും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ. ഇതിപ്പോൾ സണ്ണ് എവിടെയാണ് വരിക? സൺ ഈസ് അറ്റ് വൺ ഓഫ് ദ ഫോസി ഓഫ് ദ എലിപ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. എലിപ്സിൻ്റെ ഫോക്കസുകളിൽ ഒന്നിലാണ് സണ്ണ് പ്ലാനറ്ററി മോഷനിൽ. ഇത് സണ്ണ് എവിടെയാണ്? അപ്പോൾ പ്ലാനറ്റ് ഇവിടെയാണെങ്കിൽ അതിന് ആ ഡിസ്റ്റൻസ് കൂടുതലാണ്. അടുത്ത് വരുമ്പോഴോ, പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോഴോ റേഡിയസ് കുറവാണ്. ഇവിടെ നമ്മളിതിനെ R മിനിമം എന്ന് പറയാം. ഇവിടുന്ന് ഇവിടേക്കുള്ള അല്ലേ, പ്ലാനറ്റ് ഇവിടെ ആയിരിക്കുമ്പോൾ R മാക്സിമത്തിലാണെന്ന് പറയാം. R മാക്സ്. ഈ സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്കുള്ള ദൂരം മാക്സിമം ആണ്. മനസ്സിലായോ? അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ റേഡിയസ് കുറയും, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ റേഡിയസ് കുറയുമ്പോൾ സ്പീഡ് കൂടും. അപ്പോൾ ഇവിടെ പ്ലാനറ്റിന് നല്ല സ്പീഡാണ്, വെലോസിറ്റി ഇവിടെ മാക്സിമം ആണ്. മനസ്സിലായോ? ഇതേ സമയം ഇവിടെ പ്ലാനറ്റ് പോകുമ്പോൾ ഇറ്റ്സ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് മിനിമം ആണ്, R മാക്സിമം ആയതുകൊണ്ട്. അതാണ് അർത്ഥം. VR കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ R കുറവുള്ളിടത്ത് വെലോസിറ്റി കൂടുതലും, തിരിച്ചും. ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. VR കോൺസ്റ്റൻ്റ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരട്ടെ. According to Kepler's law, which of the following statements is true if T is the time period of the planet and R is a semi-major axis? നമുക്കറിയാം, നമ്മൾ പഠിച്ചത് കെപ്ലറിൻ്റെ തേർഡ് ലോ T² പ്രൊപ്പോർഷണൽ ടു R³ എന്നാണ്, അല്ലെങ്കിൽ R³ പ്രൊപ്പോർഷൻ T². ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ. തിരിച്ചെഴുതിയെന്നുള്ളൂ, R³ പ്രൊപ്പോർഷണൽ ടു T². അഞ്ചാമത്തെ MCQലേക്ക് വരട്ടെ. സാറ്റലൈറ്റ് മൂവ്സ് അറൗണ്ട് എ പ്ലാനറ്റ് ഇൻ എ സർക്കിൾ ഓർബിറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് R from its center. The time period of revolution of the satellite is T. If the same satellite is taken to an orbit of radius 4R around the same planet, the time period would be. റേഡിയസ് R എന്ന് 4Rലേക്ക് പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ ടൈം പീരീഡ്? അപ്പോൾ നോക്കൂ, ആദ്യത്തെ ടൈം പീരീഡ് T ആണ്. അപ്പോൾ T² പ്രൊപ്പോർഷണൽ ടു R³ ആണ്. ഓക്കെ, അടുത്ത ടൈം പീരീഡ് T' ഞാൻ എടുത്തോട്ടെ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 4R³ ആണ്. ജസ്റ്റ് ഇതൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ T' ഡിവൈഡ് ബൈ T² ചെയ്യുകയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറും. 4R³ ഡിവൈഡ് ബൈ R³ ആണ്. അപ്പോൾ ഇത് 4ൻ്റെ ക്യൂബ് 64 ആണ്, R³ ഡിവൈഡ് ബൈ R³. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 64 ആണ്. ലെഫ്റ്റ് സൈഡിൽ T' സ്ക്വയർ ബൈ T² ആണെന്ന് പറഞ്ഞാൽ T' ബൈ Tയുടെ ഹോൾ സ്ക്വയർ ആണ്. ഇപ്പോൾ രണ്ട് സൈഡിൽ റൂട്ട് എടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ 64ൻ്റെ റൂട്ട് 8 ആണ് വരിക. അപ്പോൾ T' ഈസ് ഈക്വൽ ടു 8T എന്നാണ് നമുക്ക് കിട്ടുക. 8T. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട്. T' എന്നുള്ളത് റേഡിയസ് കൂടുമ്പോൾ ടൈം പീരീഡ് കൂടുകയാണ് ചെയ്യുന്നത്. T/8 അല്ല വരിക, 8T ആണ് വരിക. 6th ക്വസ്റ്റ്യനിലേക്ക് വരട്ടെ. ഇതും സെയിം ക്വസ്റ്റ്യൻ ആണ്, വേറൊരു എക്സാമിൽ ചോദിച്ചതാണ്. സെറ്റ് 2019 ഫെബ്രുവരിയിൽ ചോദിച്ചതാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, നമുക്കറിയാം 8T ആണ് അതിൻ്റെ ആൻസർ. MCQ 7ലേക്ക് വരട്ടെ. There are 3 planets in circular orbits around a star at distances a, 4a, 9a, respectively. At time t equal to t0, the star and the 3 planets are in a straight line. The period of revolution of the closest planet is t. How long after t0 will they again be in the same straight line? നമുക്ക് 3 പ്ലാനറ്റുകൾ ഇവിടെ കാണിച്ച പോലെ 3 പ്ലാനറ്റുകൾ അവർ ഒരേ സ്ട്രേറ്റ് ലൈനിലാണെന്ന് വിചാരിക്കുന്നു. അവിടുന്ന് അവർ റിവോൾവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അവർ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരാളുടെ റേഡിയസ് എ ആണ് അല്ലേ, സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. സർക്കിൾ ഓർബിറ്റ് അവിടെ സർക്കിൾ ഓർബിറ്റ് എടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചൊന്ന് മാത്രം. സർക്കിൾ ഓർബിറ്റ് ആണ്. ഒരാളുടെ റേഡിയസ് എ ആണ്, മറ്റേ 4a ആണ്, വേറൊരാളുടെ 9a ആണ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർ ഒരുമിച്ച് ഒരേ ലൈനിൽ വരുന്നു. ഇനി അവർ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് ഇതേപോലെ ലൈനിൽ വരിക എന്നുള്ളതാണ്. ഇതേപോലെ അവർ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ലൈനിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കെപ്ലറിൻ്റെ തേർഡ് ലോ തന്നെയാണ്. നമുക്കറിയാം ഒന്നാമത്തെ ആളുടെ ഞാൻ T1 എഴുതിക്കോട്ടെ. ടൈമിൻ്റെ സ്ക്വയർ എ ക്യൂബിന് പ്രൊപ്പോർഷണലായിരിക്കും. ഓക്കെ, കാരണം ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബാണ്. ഒന്നാമത്തെ ആളുടെ ഡിസ്റ്റൻസ് സർക്കിൾ ഓർബിറ്റ് ആയാലും ഏത് വർക്ക് ചെയ്യും, കെപ്ലറിൻ്റെ ലോ വർക്ക് ചെയ്യും, എലിപ്റ്റിക്കൽ ഓർബിറ്റിലും വർക്ക് ചെയ്യും. ഓക്കെ, സർക്കിൾ ഓർബിറ്റ് ആയാലും നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഇക്വേഷൻ നിങ്ങൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ T1 സ്ക്വയർ എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റിൻ്റെ എ ക്യൂബ്. ആ പ്രൊപ്പോർഷണാലിറ്റി ഞാൻ മാറ്റിയതാണ്. ഇനി T2 സ്ക്വയർ ആണെങ്കിൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 4a ക്യൂബാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ എഴുതാം, T2 സ്ക്വയർ ഈസ് ഈക്വൽ ടു അതേ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 4ൻ്റെ ക്യൂബ് എന്നുള്ളത് 64a ക്യൂബ്. അപ്പോൾ KA ക്യൂബിന് പകരം നമുക്ക് എന്തെഴുതാം, KA ക്യൂബിന് പകരം നമുക്ക് T1 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 64 T1 സ്ക്വയർ എന്ന് വരിക. ഓക്കെ, KA ക്യൂബിന് പകരം ഞാൻ T1 സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 64 T1 സ്ക്വയർ. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ T2, റൈറ്റ് സൈഡിൽ 64ൻ്റെ റൂട്ട് 8 T1 കിട്ടും. അപ്പോൾ T2 എന്നുള്ളത് 8 T1 ആണ്. ഒന്നാമത്തേന് T1ഉം രണ്ടാമത്തേന് 8 T1ഉം അത് നമുക്ക് കിട്ടി. ഇനി T3 മൂന്നാമത്തെ പ്ലാനറ്റ് T3 സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 9a ക്യൂബാണ്. 9a ക്യൂബാണ് കിട്ടുക. അപ്പോൾ T3 സ്ക്വയർ ഈസ് ഈക്വൽ ടു K ടൈംസ് 9ൻ്റെ ക്യൂബ് 729 a ക്യൂബ്. 729 a ക്യൂബാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ KA ക്യൂബിന് പകരം T1 തന്നെ എടുക്കാം. അപ്പോൾ 729 ഇൻറ്റു T1 സ്ക്വയർ കൊടുക്കുക അല്ലേ. ഇതിൻ്റെ റൂട്ട് എടുക്കും, രണ്ട് സൈഡിൽ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാം T3 ഈസ് ഈക്വൽ ടു 27. 729ൻ്റെ റൂട്ട് 27 ആണ്. 27 T1 കിട്ടും. ഓക്കെ, അപ്പോൾ 3 ടൈം പീരീഡ് കിട്ടി. ഒന്ന് T1 ആണെങ്കിൽ മറ്റേത് 8 T1ഉം മറ്റേത് 27 T1ഉം ആണ്. അല്ലെങ്കിൽ ഒന്ന് T ആണെങ്കിൽ മറ്റേത് 8 Tയും മറ്റേ 27 T ആണ്. അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഇനി ഇവർ ഒരുമിച്ച് വരാമെന്ന് ചോദിച്ചാൽ ഈ 3 നമ്പറുകളുടെയും LC എടുത്താൽ നമുക്ക് കിട്ടും. ഒരുമിച്ച് വരണമെങ്കിൽ അല്ലേ 3ൻ്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ സമയം കിട്ടാൻ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഈ 3 നമ്പറുകളുടെ LC ആണ് നമ്മൾ 1, 8, 27 3 നമ്പറിൻ്റെ LC ആണ് നമ്മൾ കണ്ടത്. LC കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റാണ് LC ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ LCM ഓഫ് ദീസ് 3 നമ്പേഴ്സ്. ഓക്കെ, അത് നമുക്ക് എടുക്കുമ്പോൾ കിട്ടുക 216 ആണ് കിട്ടുക. 216. ഓക്കെ, 216 216. അപ്പോൾ ഇതാണ് ഇത്രയും T ആണ് ഇവർ
പിന്നീട് ഒരുമിച്ച് വരുന്ന, മനസ്സിലായോ, മിനിമം ടൈം എന്നുള്ളത് LC എടുത്താൽ മതി, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 216 എന്നുള്ള T എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. A body of mass 1 kilogram is moving under a central force in an elliptical orbit with the semi-major axis. ഇപ്പോൾ A തന്നിട്ടുണ്ട്, സെമി മൈനർ ആക്സിസ് B തന്നിട്ടുണ്ട്. The orbital angular moment of the body is, angular moment തന്നിട്ടുണ്ട് SI യൂണിറ്റിൽ. The time period of the motion of the body is in hours. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏരിയൽ വെലോസിറ്റി എന്നുള്ളത് നമുക്ക് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് MCQs മാത്രമേ ചോദിക്കുള്ളൂ, പക്ഷേ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, dA/dt എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് L/2m ആണ്, കൃത്യമായിട്ട് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എലിപ്സ് കംപ്ലീറ്റ് ചെയ്യാണ്. ഒരു എലിപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ dA/dt എത്രയാണ്? ഒരു എലിപ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇവിടുന്ന് പ്ലാനറ്റ് പോയിട്ട് തിരിച്ചുപിടി എത്താണ്. ആ ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ്. ആ ടൈം പീരീഡിൽ എത്ര ഏരിയ കവർ ചെയ്യും? ഇത് A ഇത് B ആണെങ്കിൽ എലിപ്സിൻ്റെ ഏരിയ എത്രയാണ്? πAB ആണ്. എലിപ്സിൻ്റെ ഏരിയ πAB ആണ്. എത്ര ടൈമിൽ T? നോക്കൂ, ഞാൻ dA/dt എഴുതിയിട്ടുള്ള എങ്ങനെയാണ്? dA ചേഞ്ച് ഇൻ ദ ഏരിയ, ഒരു ഫുൾ എലിപ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏരിയ πAB ആണ് എലിപ്സിൻ്റെ ഏരിയ. അതിൻ്റെ DTക്ക് വരാൻ എന്താ വരിക? ദ ടൈം പീരീഡ് ആണ്, ഈക്വൽ ടു L/2. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളോട് T ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, ജസ്റ്റ് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ T ഈസ് ഈക്വൽ ടു 2m πAB/L എന്നാണ് കിട്ടുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. ടൈം പീരീഡ് 2 ഇൻറ്റു മാസ് എന്നുള്ളത് 2 ഇൻറ്റു പ്ലാനറ്റിൻ്റെ മാസം 1 കിലോഗ്രാം തന്നിട്ടുണ്ട്. 1 ഇൻറ്റു π 3.14 ഇൻറ്റു A 1000ഉം B 100ഉമാണ്. SI യൂണിറ്റിലാണ്. താഴെ തന്നിട്ടുള്ള ആംഗുലർ മൊമെൻറ്റം ഇതവിടെ കാണിച്ചിട്ടുള്ളത് 100 ആണ്. ഇത് കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത ആൻസർ കിട്ടും നമുക്ക്. 6.28 ഇൻറ്റു അല്ലെങ്കിൽ 628.0 ഇത്രയും സെക്കൻഡ്സ് ആണ് കേട്ടോ. അവറിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന് 60 ഇൻറ്റു 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 1 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് അവേഴ്സിൽ കിട്ടുക. ഞാനത് അതിലേക്ക് പോകുന്നില്ല. 1 പോയിൻറ്റ് സംതിങ് ആണ് അവേഴ്സിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഇനി സെൻട്രൽ ഫോഴ്സ് മോഷനിൽ നമ്മൾ പോളാർ ഇക്വേഷൻ മോഷൻ, സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓർബിറ്റിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ, ഓർബിറ്റലിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷനാണ്. L²/mk. L² ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ സ്ക്വയർ ആണ്. M ഇൻറ്റു K കോൺസ്റ്റൻ്റ് ആണ്. ആ ഫോഴ്സിൽ വരുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് kgmm ആണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിൽ അത് 1/4πε0 Q1 Q2 എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യാസം വരും. ഇലാസ്റ്റിക് ഫോഴ്സ് ആണെങ്കിൽ ആ സ്പ്രിംഗ് കോൺസ്റ്റൻ്റെ വാല്യൂ ആണ്. അപ്പോൾ L²/mk എന്നൊരു ടേം ഉണ്ട് ന്യൂമറേറ്ററിൽ. താഴെയുള്ളത് 1+ ഈ ബ്രാക്കറ്റിലുള്ളത് √1 + EL²/mk² ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് വരുന്നത്. ഇതിന് നമ്മളൊന്ന് ചുരുക്കി എഴുതുകയാണെങ്കിൽ, ഇതിനെ സ്മോൾ എൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം 1+. ഈ ബ്രാക്കറ്റിലുള്ളത് ഇതിനെ എക്സെൻട്രിസിറ്റി എന്ന് പറയും. ഈ സ്മോൾ ഇ എക്സെൻട്രിസിറ്റിയാണത്. അപ്പോൾ അതിന് ഇന്ന് കൊടുത്തു, പിന്നെ കോസ് തീറ്റ. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കണം. R = L/, പോളാർ ഇക്വേഷൻ ഓഫ് ദ ഓർബിറ്റ്. അതിൽ ഈ എക്സെൻട്രിസിറ്റി മാറുന്നതനുസരിച്ചാണ് നമുക്ക് ഡിഫറെൻ്റ് ഓർബിറ്റുകൾ കിട്ടുക. സർക്കിൾ ആയിക്കോട്ടെ, പരാബോള ആയിക്കോട്ടെ, എലിപ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെൻ്റ് ഓർബിറ്റുകൾ കിട്ടും. എക്സെൻട്രിസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്, എക്സെൻട്രിസിറ്റി നോക്കൂ, ഇവിടെ സ്മോൾ എൽ എന്നുള്ളത് L²/mk ആണ്. സ്മോൾ എൽ ആംഗുലർ മൊമെൻ്റ് അല്ല, ഈ കോണിക് സെക്ഷൻ എന്നാണല്ലോ ജനറലി ഇതിന് പറയുക. കോണിക് സെക്ഷൻ്റെ ലാറ്റസ്റ്റ് റെക്റ്റത്തെയാണ് സ്മോൾ എൽ എന്നത്. ഈ ക്യാപിറ്റൽ ആംഗുലർ മൊമെൻ്റ് ആണ്. ഇവിടെ എക്സെൻട്രിസിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ഈ ക്വാണ്ടിറ്റിയാണ്, √1+, ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിയാണ്, √1 + EL²/mk². അപ്പോൾ ഇവിടെ എനർജിയാണ് എക്സെൻട്രിസിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. എനർജി മാറുമ്പോൾ എക്സെൻട്രിസിറ്റി മാറും. എന്ത് മാറും? അപ്പോൾ ഓർബിറ്റ് മാറും. ഓക്കെ, ടോട്ടൽ എനർജി എന്നുള്ളത് T + U എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ,
അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓർബിറ്റുകളെ പറ്റി പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു എക്സെൻട്രിസിറ്റി ഈസ് റൂട്ട് ഓഫ് 1 + e/, ഞാനത് താഴേക്ക് എഴുതിയതാണ്, ഡിനോട്ടിലേക്ക് എഴുതിയതാണ്. L² / ന്യൂമറേറ്ററിൽ താഴേക്ക് വരുമ്പോൾ MK²/2L². ഇവിടെ MK²/2L² എന്നുള്ളത്, അപ്പോൾ നോക്കൂ, ഇതൊരു വാല്യൂ. അപ്പോൾ എനർജി, കറങ്ങുന്ന പ്ലാനറ്റിൻ്റെ എനർജി, കറങ്ങുന്ന ബോഡിയുടെ അല്ലെങ്കിൽ പ്ലാനറ്റിൻ്റെ എനർജി -MK²/2L² ആയാൽ എന്താ സംഭവിക്കുക? ഇവിടെ MK², അപ്പോൾ ന്യൂമറേറ്ററിലും എന്ത് വരും? -MK²/2L² വരും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോവും, -1 വരും, 1 - 1 0 വരും, എക്സെൻട്രിസിറ്റി 0 വരും. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സർക്കിൾ എന്നുള്ള ഡീവിയേഷനാണ്. ഒരു ഷേപ്പ് സർക്കിളിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് എക്സെൻട്രിസിറ്റി. അപ്പോൾ സർക്കിളിൻ്റെ കേസിൽ ഡീവിയേഷൻ ഇല്ല, സർക്കിളിൻ്റെ കേസിൽ എക്സെൻട്രിസിറ്റി എത്രയാണ്? 0 ആണ്. അപ്പോൾ സർക്കിളാണ് എക്സെൻട്രിസിറ്റി 0 എന്ന് പറഞ്ഞാൽ സർക്കിളാണ്, മനസ്സിലായോ? സർക്കിളിന് എക്സെൻട്രിസിറ്റി 0 ആണ്. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്നുള്ള ക്വാണ്ടിറ്റി കാണിക്കുന്നത് എത്ര ഡീവിയേഷൻ ഉണ്ട്, സർക്കുലർ ഷേപ്പിൽ നിന്ന് എത്ര ഡീവിയേഷൻ ഉണ്ട് നമ്മൾ പറയുന്ന ഓർബിറ്റിന്. ഇനി ഇവിടെ അടുത്ത് ഞാൻ പറയാം, ഈ 0 ആണെങ്കിൽ, എനർജി 0 കൊടുത്താൽ ഈ ടൈമിൽ 0 വരും അല്ലേ? അപ്പോൾ ഈ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? 1 + 0 വരും. 1 + 0 എന്ന് പറഞ്ഞാൽ 1, √1 എന്നുള്ളത് 1 ആണ് വരും. എക്സെൻട്രിസിറ്റി 1 വരും. അത് പരാബോളയാണ്. എക്സെൻട്രിസിറ്റി 1 പരാബോള, എനർജി 0ക്ക് പരാബോള കിട്ടുക. അപ്പോൾ അതിന് ഇടയ്ക്കുള്ള കേസ് ആലോചിച്ച് നോക്കൂ. സർക്കിളിൻ്റെ വാല്യൂ എന്താ? എനർജി -MK²/2L² ആണ്. പരാബോളയ്ക്ക് ഈക്വൽ 0 ആണ്. അതിന് ഇടയ്ക്കുള്ള ഭാഗമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗത്ത് എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണ് കിട്ടുക. അത് എലിപ്സാണ് കിട്ടുക. അതിന് ഇടയ്ക്കുള്ള ഭാഗം 0ക്കും 1നും ഇടയ്ക്കാണ് വരിക. സർക്കിളിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു =0 എക്സെൻട്രിസിറ്റി. എലിപ്സിൻ്റെ പരാബോളയുടെ കേസിൽ =1. അതിനിടയ്ക്ക് വരാമല്ലോ, മനസ്സിലായോ? 0ക്കും 1നും ഇടയ്ക്ക് 0.1 0.2 0.3 അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ആ എലിപ്സ് സർക്കിളിൽ നിന്നുള്ള കുറേശ്ശെ ഡീവിയേഷൻ, മനസ്സിലായോ? കുറേശ്ശെ ഡീവിയേഷൻ വന്ന് ഫൈനലി =1 അത് പരാബോളയാണ് ആ ഷേപ്പ്. ഓക്കെ. ഇനി എക്സെൻട്രിസിറ്റി >1 വരാം. അതെപ്പോഴാണെന്ന് വെച്ചാൽ എനർജി >0 വരാം. എനർജി 0ക്കാൾ കൂടുമ്പോൾ, എനർജി 0ക്കാളും കൂടുതൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? എക്സെൻട്രിസിറ്റി >1 വരും. നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. എനർജി >0 വരുമ്പോൾ, മനസ്സിലായി? പോസിറ്റീവ് വരുമ്പോൾ, എനർജി പോസിറ്റീവ് വരുമ്പോൾ എന്ത് വരും? ഇത് 1നേക്കാളും കൂടുതൽ 1 പോയിൻറ്റ് സംതിങ് വരും അല്ലേ? റൂട്ട് എടുക്കുമ്പോൾ 1 പോയിൻറ്റ് സംതിങ്. അപ്പോൾ അതിന് ഹൈപ്പർബോളാന്ന് പറയും. ഇതാണ് ഷേപ്പ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഓർഡറിൽ തന്നെ ഓർത്ത് വയ്ക്കാം. സെഫ് എന്ന് വേണമെങ്കിൽ ഓർത്താം. CPH, സെഫ്. C സർക്കിളാണ്, E എലിപ്സാണ്, P പരാബോളയാണ്, H ഹൈപ്പർബോളയാണ്. കറക്റ്റായിട്ട് ഓർഡർ. സർക്കിളിന് E0, എലിപ്സിന് ഈയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക്, പരാബോളയ്ക്ക് എക്സാക്ട്ലി 1, ഹൈപ്പർബോളയ്ക്ക് ഇറ്റ് ഈസ് >1. ഓക്കെ. ഇതാണ് പോളാർ ഇക്വേഷൻ ഓഫ് ഓർബിറ്റ്. ഓക്കെ, പോളാർ ഇക്വേഷൻ ഓഫ് ഓർബിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്, മനസ്സിലായി? പോളാർ ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് ഈ സ്റ്റൈലാണെന്ന് ഓർത്ത് വയ്ക്കണം. L/1 + c cos θ. ഓക്കെ, അടുത്ത MCQലേക്ക് പോവാം. കൺസിഡർ എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ സബ്ജക്റ്റ് ടു ആൻ അട്രാക്റ്റീവ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ്. അല്ലെ, ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ആകാം, അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ആകാം, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആകാം, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ആകാം. ഇൻവേഴ്സ് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണല്ലോ. ദ ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് E ആൻഡ് ദ എക്സെൻട്രിസിറ്റി ഈസ് എപ്സിലോൺ. ദ പാർട്ടിക്കിൾ വിൽ ഫോളോ എ പരാബോളിക് ഓർബിറ്റ്. നമുക്കറിയാം ഇത് ഇൻവേഴ്സ് സ്ക്വയറിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഇൻവേഴ്സ് സ്ക്വയറിലോ ഒന്നുകിൽ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്, എന്തായാലും അത് സെൻട്രൽ ഫോഴ്സ് ആണ്. ഇപ്പോൾ സെൻട്രൽ ഫോഴ്സിൻ്റെ കേസിൽ നമ്മൾ ജനറലായിട്ട് കണ്ടുപിടിച്ചതാണ്. പരാബോളിക് ആകണമെങ്കിൽ എന്ത് വരണം? എക്സെൻട്രിസിറ്റി 1 ആയിരിക്കണം. എക്സെൻട്രിസിറ്റി 1 ആയിരിക്കണമെങ്കിൽ എനർജി എത്രയായിരിക്കണം? 0 ആയിരിക്കണം. എനർജി 0 ആയിരിക്കണം. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണ്. പരാബോളയാണെങ്കിൽ എക്സെൻട്രിസിറ്റി 1ഉം എനർജി 0 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. In a central force field, the trajectory of a particle of mass m and angular momentum L in plane polar coordinates is given by. നമ്മൾ പോളാർ ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് തന്നെ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്. അതിൽ ചെറിയ ഡീവിയേഷൻ. ഇപ്പോൾ 1/r എഴുതിയിട്ടുള്ള r എഴുതുകയാണെങ്കിൽ ഇത് 1/r അല്ലേ? r എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ അല്ലേ? റെസിപ്രോക്കൽ എഴുതുമ്പോൾ L² /m ആണ് ന്യൂമറേറ്ററിൽ വരിക.
ഇതിപ്പോൾ ന്യൂമറേറ്ററിലാണ്, ഡിനോമിനേറ്ററിലേക്ക് വരും 1 പ്ലസ് എപ്സിലോൺ കോസ് തീറ്റ. നമ്മൾ മുമ്പ് എഴുതിയ അതേ ഇക്വേഷൻ തന്നെ. പിന്നെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമല്ല വെച്ചാൽ നേരത്തെ എഴുതിയ ഇക്വേഷൻ ആയിട്ടുള്ള എന്താ വ്യത്യാസം കാണുന്നത് നമ്മൾ എം കെ സ്ക്വയർ ബൈ, ഇവിടെ ന്യൂമറേറ്ററുള്ളത് എൽ സ്ക്വയർ ബൈ എം കെ ആണ്, എൽ സ്ക്വയർ ബൈ എം കെ ആണ്. ഇവിടെ എൽ സ്ക്വയർ ബൈ എം കെ കാണാനില്ല, അതിന് പകരം എൽ സ്ക്വയർ ബൈ എം ഉള്ള ആ കെ 1 എടുത്തു വിചാരിച്ചാൽ മതി, കെ കോൺസ്റ്റൻറ്റ് 1 അസ്യൂം ചെയ്ത് വിചാരിച്ചാൽ മതി. അപ്പോൾ പഴയ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ പരാബോളിക് ട്രാജക്ടറിയുടെ കണ്ടീഷൻ എന്താ, നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ കണ്ട പോലെ എപ്സിലോൺ ഈക്വൽ ടു 1 ആണ്. മനസ്സിലായോ? പരാബോള സർക്കിളിലാണ് എക്സെൻട്രിസിറ്റി ഇല്ലാതെ, കാരണം സർക്കിൾ എന്നുള്ള ഡീവിയേഷനാണ് എക്സെൻട്രിസിറ്റി എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത്. സർക്കിളാണെങ്കിൽ എക്സെൻട്രിസിറ്റി ഇല്ല. 11ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ഇഫ് എ ബോഡി മൂവ്സ് അണ്ടർ എ പൊട്ടൻഷ്യൽ വി ഓഫ് ആർ, നോക്കി ഈ പൊട്ടൻഷ്യൽ ഒന്ന് ശ്രദ്ധിക്കൂ. ദ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു മൈനസ് സം കോൺസ്റ്റൻറ്റ് ബൈ ആർ ആണ്. ആൽഫ എന്നുള്ള ഞാൻ കെ എന്ന് എഴുതിയിരുന്നുള്ളൂ, കോൺസ്റ്റൻറ്റ് ബൈ ആർ ആണ്. അപ്പോൾ ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൻ്റെ കേസ് തന്നെയാണ്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഇങ്ങനെ എഴുതാം, ഫോഴ്സ് ആണെങ്കിൽ മൈനസ് കെ ബൈ ആർ സ്ക്വയറും, പൊട്ടൻഷ്യൽ ആണെങ്കിൽ മൈനസ് കെ ബൈ ആറും ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തന്നെയാണ്, അതേ കേസ് തന്നെയാണ്. ഇഫ് ദ പാത്ത് ആർ ബി ദ ഡിസ്റ്റൻസ് ഫ്രം ഓറിജിൻ, ഇറ്റ്സ് പാത്ത് വിൽ ബി പരാബോളിക് ഇഫ് ടോട്ടൽ എനർജി ഇ ഈസ്. പാത്ത് പരാബോളിക് ആകണമെങ്കിൽ ടോട്ടൽ എനർജി, ഇപ്പോൾ പരാബോളിയുടെ ക്വസ്റ്റ്യൻ തന്നെ പലതവണ നമ്മൾ കണ്ടു. ടോട്ടൽ എനർജി ഇ എന്നുള്ളത് എത്രയായിരിക്കണം? ടോട്ടൽ എനർജി ഇ എന്നുള്ളത് 0 ആയിരിക്കണം, എക്സെൻട്രിസിറ്റി 1 ആയിരിക്കണം. അതാണ് പരാബോളയുടെ കണ്ടീഷൻ. ഓക്കെ. An industrial object has speed v at a point of its shortest distance r from a star of much larger mass m. Given v square is equal to 2 gm by r. വെലോസിറ്റിയുടെ സ്ക്വയർ തന്നിട്ടുണ്ട്. The trajectory of the object is. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ ട്രജക്ടറിയുടെ ഷേപ്പ് എന്താണ്? പരാബോളയാണോ, സർക്കിളാണോ, എലിപ്സ് ആണോ, ഹൈപ്പർബോളയാണോ? ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നുണ്ട്, അതൊരു സ്റ്റാറിൻ്റെ അടുത്തോടെ കടന്നു പോകണം. ഇപ്പോൾ സ്റ്റാറായിട്ട് വരുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ക്യാപിറ്റലാണെന്ന് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട് വി സ്ക്വയർ 2 gm by r. ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് നമുക്ക് പാത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. പാത്ത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. നോക്കൂ, ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാണ് ആ സ്റ്റാറിൻ്റെ അടുത്തോടെ എന്ത് ചെയ്യുക, ഈ ഒബ്ജക്റ്റ് കടന്നു പോകണം. ഒബ്ജക്റ്റ് ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ അട്രാക്ഷനാണ്, നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയതുകൊണ്ട് അട്രാക്ഷനാണ്. അട്രാക്റ്റീവ് പൊട്ടൻഷ്യലാണ് നമുക്ക് തന്നിട്ടുള്ളത്, അട്രാക്റ്റീവ് പൊട്ടൻഷ്യലാണ് നമുക്ക്, അല്ലേ? ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണല്ലോ, അപ്പോൾ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ അല്ലേ ക്വസ്റ്റ്യനിൽ എടുത്ത് തന്നിട്ടില്ലെങ്കിലും നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പറഞ്ഞാൽ അട്രാക്റ്റീവ് പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. നമ്മൾ റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഇത് അകലേക്ക് ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. അത് റിപ്പൾസീവ് ആണ്, കാരണം കൂളും റിപ്പൾഷനാണ് അവിടെ വരുന്നത്. ഇവിടെ അട്രാക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതാ, അപ്പോൾ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഒന്ന് എഴുതിയേക്കാം. പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി എം എം ബൈ ആർ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി. വി സ്ക്വയർ തന്നിട്ടുള്ളതുകൊണ്ട് കൈനറ്റിക് എനർജി എഴുതാൻ പറ്റും. ഹാഫ് എം വി സ്ക്വയർ അല്ലേ, ഹാഫ് എം ഇൻറ്റു വി സ്ക്വയറിൻ്റെ വാല്യൂ 2 gm by r ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യുന്നുണ്ട് ഇവിടെ, അപ്പോൾ ജി എം എം ബൈ ആർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ തന്നെയാണ് കൈനറ്റിക് എനർജി കിട്ടുന്ന പോസിറ്റീവ് വാല്യൂയുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആണ്, പക്ഷേ ഒരു സൈനിലുള്ള ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ചെയ്യുമ്പോൾ അത് 0യിലേക്കാണ് പോവുക, അല്ലേ? മൈനസ് ജി എം എം ബൈ ആറും ജി എം എം ബൈ ആറും അത് ആഡ് ചെയ്യുമ്പോൾ 0യിലേക്ക് പോകും. ഇപ്പോൾ ടോട്ടൽ എനർജി 0 ആണെങ്കിൽ എക്സെൻട്രിസിറ്റി 1 ആണെന്ന് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ അത് പരാബോളിക് ആയിട്ടുള്ള ഓർബിറ്റാണ്, അല്ലേ? കുറേ ക്വസ്റ്റ്യൻസിലെല്ലാം പരാബോളിക് ഓർബിറ്റാണ് വരുന്നത്, മനസ്സിലായി? ഈക്വൽ ടു 1 പരാബോളിക് ഓർബിറ്റാണ്. പല എക്സാമുകൾക്കായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണത്. ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സോ അല്ലെങ്കിൽ കൂളംബ് ഫോഴ്സോ, ദ ട്രജക്ടറി വിൽ ബി എ ഹൈപ്പർബോള ഇഫ് ഡാഷ് വെറി ഈസ് ദ ടോട്ടൽ എനർജി. ഹൈപ്പർബോള ആകാനുള്ള കണ്ടീഷൻ ഏതാണെന്ന് വെച്ചാൽ സെറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. ഹൈപ്പർബോള ആകുന്നത് എപ്പോഴാണ്? എനർജി ഈക്വൽ ടു 0 ആണോ, ഗ്രേറ്റർ ദാൻ 0 ആണോ, ലെസ് ദാൻ 0? എനർജി ഗ്രേറ്റർ ദാൻ 0 ആണ് ടോട്ടൽ എനർജി. നമ്മൾ പറഞ്ഞത് ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, സെഫ് എന്ന് പറഞ്ഞ ഓർഡർ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറാണ്, അല്ലേ?
ഏറ്റവും എനർജി കുറവുള്ളത് ഇതാണ്, സർക്കിള്. കറക്റ്റ് അല്ലേ? എനർജി പിന്നെ കൂടുതൽ എലിപ്റ്റിക്കലാണ്. പിന്നെ എനർജി 0 വരുന്ന പരാബോളയാണ്. അതിന് പോസിറ്റീവ് ആകാം. അപ്പം മനസ്സിലായി? ആദ്യം എനർജി നെഗറ്റീവ്, ഇവിടെ എനർജി നെഗറ്റീവ്, ഇവിടെ 0യും പോസിറ്റീവും, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ എനർജിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഹൈപ്പർബോള. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതൊരു ഹൈപ്പർബോള ആയിരിക്കും. യെസ്, ഈ ഗ്രേറ്റർ ദാൻ 0 ഹൈപ്പർബോള ആയിരിക്കും. ഹൈപ്പർബോള വരണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ്? സെൻട്രൽ ഫോഴ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്, സെൻട്രൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. അതുകൊണ്ട് ഈ ടോപ്പിക്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. കൺസർവേറ്റീവ് ഫോഴ്സ് സെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, 2021 ജൂലൈയിലെ ക്വസ്റ്റ്യൻ. കൺസർവേറ്റീവ് ഫോഴ്സിൽ ഞാൻ ഓപ്ഷൻസ് ട്രൂ ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഓപ്ഷൻസ് വായിക്കാം. വിച്ച് നെവർ ഡു വർക്ക്. കൺസർവേറ്റീവ് ഫോഴ്സ് ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഇസ് 0. വർക്ക് ഡൺ ക്ലോസ്ഡ് പാത്തിൽ 0 ആണ്. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലോസ്ഡ് പാത്തിന് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ പാത്ത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് ഒരു ബോഡിയിൽ നിന്ന് നീക്കി അതേ പോയിന്റിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ളൊരു വർക്ക്, ഇവിടുന്ന് ബോഡീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ നമ്മൾ പറയുന്നത്. എന്താ പറയുക? റൗണ്ട് ട്രിപ്പ് എന്ന് പറയുക. റൗണ്ട് ട്രിപ്പുള്ള വർക്ക്, ക്ലോസ്ഡ് പാത്തുള്ള വർക്ക്, അത് 0 ആണ്. വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് പാത്ത് 0. വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്, തെറ്റാണ്. ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ പാത്താണ്. കേൾ ഓഫ് ദ കൺസർവേറ്റീവ് നോൺ 0 ആണ്. കേൾ 0 ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഡെൽ ക്രോസ് എഫ് 0 ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഫോഴ്സ് കൺസർവേറ്റീവ് എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കേൾ 0 എന്ന് തെളിയിക്കുക. കേൾ 0 എന്നും തെളിയിക്കുക. കേൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നുണ്ട്. കേൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ഡെൽ എന്നുള്ളത് എന്താണ്? ഡെൽ എന്നുള്ളത് ഐ ഇൻറ്റു ഡെൽ ബൈ ഡെൽ എക്സ് പ്ലസ് വെക്ടറാണത് ജെ ഡെൽ ബൈ ഡെൽ വൈ പ്ലസ് കെ ഡെൽ ബൈ ഡെൽ സെഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഐ ജെക്ക് എഴുതണം ആദ്യം, പിന്നെ ഡെൽ ബൈ ഡെൽ എക്സ് ഡെൽ വൈ ഡെൽ ബൈ ഡെൽ സെഡ്. ഇനി എഫ് അല്ലേ? എഫിൻ്റെ കമ്പൗണ്ട് ഫോമിൽ എഫ് എങ്ങനെ എഴുതാം? എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ എന്നല്ലേ എഴുതുക? എഫ് സെഡ് കെ ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എഫ് എക്സ് എഫ് ഐ എഫ് സെഡ്. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ഐ ഇൻറ്റു എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടുകയാണെങ്കിൽ കൺസർവേറ്റീവ്. ഇവിടെ 0 കിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കൺസർവേറ്റീവ് അല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ടുള്ളത് ബി ആണ്. വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഈ ഡിസ്കഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇത് HSST 2022 ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഞാൻ ഈ പാർട്ടിലെല്ലാം റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, സയൻറ്റിഫിക് ഓഫീസർ, HSST VHSCT എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഈ പാർട്ടിലേക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. ചിലത് നെറ്റിൻ്റെ ക്വസ്റ്റ്യനും ജാമിൻ്റെ ക്വസ്റ്റ്യനൊക്കെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് HSSTക്കും അല്ലേ? HSST എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക് ക്വസ്റ്റ്യൻ അതേ സിലബസ് നിങ്ങൾക്ക് അറിയാം. അതുപോലെ നെറ്റിനും IIT ജാമിനൊക്കെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് സെൻട്രൽ ഫോഴ്സ് മോഷൻ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണത്. RE and RM respectively represents the orbital radius of Earth and Mars. The ratio of orbital velocity of Mars to the Earth around the Sun is. നോക്കൂ, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈക്വേഷൻ ആണ് mv²/r = g(m)/r². സെൻട്രിപെറ്റൽ ഫോഴ്സ് = എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം. എം ക്യാൻസൽ ചെയ്താൽ VO എന്ന് പറഞ്ഞാൽ ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റി. VO² ആണ് കിട്ടുക. VO എന്നുള്ളത് √g(m)/r ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ GMM കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, VO ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r. മനസ്സിലായോ? 1/√r, സോറി, റൂട്ടിനുള്ളിലാണല്ലോ, 1/√r. ഓർബിറ്റൽ വെലോസിറ്റി റൂട്ട് ഓഫ് ദ റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് റേഷ്യോ ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി മാസ് ടു എർത്ത്, മാസും എർത്തും തമ്മിലുള്ള ഓർബിറ്റൽ വെലോസിറ്റിയുടെ റേഷ്യോ. അപ്പോൾ ആർ നമുക്ക് വേണ്ടത് VO ഓഫ് മാസ് ടു VO ഓഫ് എർത്ത്, ആ റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു
ഓർബിറ്റൽ വെലോസിറ്റി എന്നുള്ളത് റേഡിയസിൻ്റെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. റൂട്ട് ഓഫ് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ മാസിൻ്റെ റേഡിയസ് ഇവിടെ വരിക അല്ലേ, ഇത് നമ്മൾ കണ്ടുല്ലോ. എർത്തിൻ്റെ റേഡിയസ് ഇവിടെ വരിക, ശരിയല്ലേ, ഇൻവേഴ്സ്ലി. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും എഴുതണം. രണ്ടും എഴുതിയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇത് തന്നെ കിട്ടാം. മാസിൻ്റെ റേഡിയസ് ഇതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. മാസിൻ്റെ റേഡിയസിൻ്റെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. എർത്തിൻ്റെ ഓർബിറ്റ് വെലോസിറ്റി എന്നുള്ള എർത്തിൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. സോ ദിസ് ഈസ്, അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുക. RE ഡിവൈഡ് ബൈ RM, RE റൂട്ട് RE ഡിവൈഡ് ബൈ റൂട്ട് RM, കറക്റ്റ് ആൻസർ. ഇതൊക്കെ ക്യൂബാണ് കേട്ടോ, ഇത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഈ സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വേറൊരു പാർട്ടായിട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കുക, ഈ ഭാഗങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു.